മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം മൗലിക അവകാശമല്ലെന്നും ജാമ്യം നൽകരുതെന്നും ED കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു കഴിഞ്ഞു എന്നും ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് ആർ അച്യുതൻ. അദ്ദേഹത്തിന് വളരെ നിർണായകമായ ദിവസമാണ് ഇന്ന്. ഗുഡ് മോർണിംഗ് SKN. തീർച്ചയായിട്ടും SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ആം ആദ്മിയെ സംബന്ധിച്ചും കേജ്രിവാളിനെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ബെഞ്ചാണ് ഈ ഉത്തരവ് ഇന്ന് എന്തായാലും പറയുക. ഇടക്കാല ജാമ്യാപേക്ഷയിലായിരിക്കും ഉത്തരവ് പുറപ്പെടുവിക്കുക. ഒരുപക്ഷേ ഇടക്കാല ജാമ്യം അനുവദിച്ചാൽ അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആം ആദ്മിക്ക് കൂടുതൽ കരുത്ത് ഏറുന്നതായിരിക്കും. കാരണം നമ്മൾ അടക്കം കണ്ടതാണ് ഈ സഞ്ജയ് സിംഗിൻ്റെ ഒരു ജയിൽ മോചനം. അത് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കി മാറ്റുകയാണ് ആം ആദ്മി ഉണ്ടായത്. എന്തായാലും ജയിൽ കി ജവാബ് ഓട്സെ എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ആം ആദ്മിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. അപ്പോൾ അതിനെല്ലാം ഇന്ന് തന്നെ വ്യക്തത വരും. കാരണം ഈ ഇടക്കാല ജാമ്യാപേക്ഷ അത് നൽകുവാനുള്ള സാഹചര്യം എന്നുള്ളത് ഈ അറസ്റ്റിനെ ചോദ്യം ചെയ്തുള്ള ഹർജി, അതിൽ ഉത്തരവ് പറയാൻ കാലതാമസം എടുക്കും എന്നതായിരുന്നു കോടതി നിരീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ഇടക്കാല ജാമ്യാപേക്ഷ നൽകിയാൽ അതിൽ എത്രയും വേഗത്തിൽ ഒരു തീരുമാനം അറിയിക്കുമെന്നും കോടതി പറയുകയുണ്ടായി. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇടക്കാല ജാമ്യാപേക്ഷ അത് സുപ്രീം കോടതിയിൽ കേജ്രിവാൾ നൽകുന്നത്. അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുകയാണ് ലക്ഷ്യമെന്ന് കൂടി ചൂണ്ടിക്കാട്ടിയാണ് അപേക്ഷ നൽകിയത്. അതിൽ ഇന്നലെ ED സത്യവാങ്മൂലം നൽകിയിരുന്നു. അതിൽ പറയുന്നത് പ്രചരണം മൗലിക അവകാശമല്ല, അതുകൊണ്ട് തന്നെ പ്രചരണത്തിന്റെ പേരിൽ ജാമ്യം നൽകരുതെന്നുള്ള ശക്തമായ വാദം ED അവസാന ഘട്ടത്തിലും കേജ്രിവാളിനെതിരെ ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ കേജ്രിവാൾ ഇന്നലെ രാത്രി ഈ EDയുടെ സത്യവാങ്മൂലത്തിനെതിരെ വീണ്ടും കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. രജിസ്ട്രിക്കാണ് പരാതി നൽകിയത്. അതായത് കോടതി ഉത്തരവ് പറയാനിരിക്കെ ഇത്തരത്തിലുള്ള സത്യവാങ്മൂലം അനുവാദമില്ലാതെ നൽകിയത്, അതിനെതിരെയാണ് അരവിന്ദ് കെജ്രിവാളും രജിസ്ട്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് ഇതുവരെയുള്ള നാൾവഴികളെല്ലാം അത് സുപ്രീം കോടതി കൃത്യമായി പരിശോധിച്ചുകൊണ്ടായിരിക്കും ഈ ഇടക്കാല ജാമ്യാപേക്ഷയിൽ കേജ്രിവാളിൻ്റെ ഇടക്കാല ജാമ്യാപേക്ഷയിൽ എന്തായാലും ഉത്തരവ് പറയുക. എന്തായാലും ആം ആദ്മിയും കേജ്രിവാളിനെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ദിവസം കൂടിയാണിന്ന്. SK. ഓക്കെ, താങ്ക് യു ആർ അച്യുതൻ.